ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ ടെക്നോയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിലെ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്, കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. പിന്നെ പല ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കുന്നത്. അപ്പം ഏറ്റവും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ആ ഒരു ടൈമിൽ ഏത് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലാണ് ഈ ഒരു ഫോൺ കണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങളുടെ ബഡ്ജറ്റ് ആദ്യം കുറവാണെന്നുണ്ടെങ്കിൽ 6300 രൂപ പ്രൈസ് റേഞ്ചിൽ ടെക്നോ പോപ്പ് 9 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. HD റെസൊല്യൂഷന് ഇതിൽ വരുന്നുള്ളൂ, LCD പാനലാണ് വരുന്നത്. പക്ഷേ 6300 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക്കിന്റെ ഹീലിയോ G50 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 13 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. 6300 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ 6900 രൂപ പ്രൈസ് റേഞ്ചിൽ ടെക്നോ സ്പാർക്ക് ഗോ 1 എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ഏകദേശം സിമിലർ ഫീച്ചേഴ്സ് ആണ്, പക്ഷേ എക്സ്ട്രാ ആയിട്ട് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. പിന്നെ യൂണി SoC T615 എന്ന പ്രോസസ്സറാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ 6900 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ടെക്നോയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു 5G ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 9500 രൂപ പ്രൈസ് റേഞ്ച് മുതൽ തന്നെ നമുക്ക് 5G ഫോണിൽ കിട്ടുന്നുണ്ട്. 9500 രൂപ പ്രൈസ് റേഞ്ചിൽ ടെക്നോ പോപ്പ് 9 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇപ്പം ഇതിൽ 6.6 ഇഞ്ചിന്റെ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈനും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. മീഡിയാടെക് Dimensity 6300 എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ 48 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിലും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 9500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് ടെക്നോ സ്പാർക്ക് 13C 5G സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പക്ഷെ വില കാണിക്കുന്നത് 10000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 16000 രൂപ പ്രൈസ് റേഞ്ചിൽ ടെക്നോ സ്പാർക്ക് 20 Pro 5G സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇപ്പോൾ ടെക്നോയുടെ തന്നെ ഫോൺ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഫോൺ എടുത്താൽ മതി. അല്ല ബാക്കി ബ്രാൻഡുകളും കൂടി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പൊതുവെ ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്യാനാണ് പറയൽ. ടെക്നോയുടെ തന്നെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 16000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് നോക്കാവുന്നേ ഉള്ളൂ. ഇപ്പം ഇതിൽ 6.7 8 ഇഞ്ചിന്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ മീഡിയാടെക് Dimensity 6080 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 108+ 2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 16000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. ടെക്നോയുടെ ഫോൺ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഇത് എടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ 18000 രൂപ പ്രൈസ് റേഞ്ചിൽ ടെക്നോ ക്യാമോൺ 20 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് AMOLED ഡിസ്പ്ലേ ഒക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക് Dimensity 8050 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 64+2+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 18000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 24000 രൂപ പ്രൈസ് റേഞ്ചിൽ ടെക്നോ ഫാൻറ്റം X2 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലും AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് നമുക്ക് കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക് Dimensity 9000 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50+50+13 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ടെലിഫോട്ടോ ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5160 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 24000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 29500 രൂപ പ്രൈസ് റേഞ്ചിൽ ടെക്നോ ക്യാമോൺ 30 പ്രീമിയർ എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.77 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക് Dimensity 8200 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പം ഇതിലും ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 70 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. അപ്പം 29500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണായിരിക്കും വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടെക്നോയുടെ ഭാഗത്തുനിന്ന് ചെറിയ ഫ്ലിപ്പ് ഫോണും വരുന്നുണ്ട്, അതുപോലെ തന്നെ വലിയ ഫോൾഡ് ഫോണും വരുന്നുണ്ട്. ഇപ്പോൾ ഫ്ലിപ്പ് ഫോണുകളുടെ കാര്യത്തിൽ 28000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ടെക്നോ ഫാൻറ്റം V ഫ്ലിപ്പ് എന്ന ഫോൾഡബിൾ ഫോൺ നമുക്ക് ലഭിക്കുന്നുണ്ട്.
ഇതിൽ 6.9 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാഫിലായിട്ട് 1.32 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. MediaTek Dimensity 8050 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 64+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ വലിയ ഫോൾഡബിൾ ഫോൺസിന്റെ കാര്യത്തിൽ 90,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ടെക്നോ ഫാൻറ്റം V Fold 2 എന്നുള്ള ഫോൾഡബിൾ ഫോൺ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ 7.85 ഇഞ്ചിന്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാഫിലായിട്ട് 6.42 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിലും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 9000+ എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ രണ്ട് ഡിസ്പ്ലേയിലും 32 മെഗാ പിക്സൽ ഓരോരോ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ 5550 mAh ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. 70 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 90,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ടെക്നോയുടെ ഇപ്പം ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. അപ്പം ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.